അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. പ്രിയപ്പെട്ടവരെ, നരകത്തിൽ നിന്ന് അല്ലാഹു മോചിപ്പിച്ച് സ്വർഗത്തിൽ അകങ്കടത്തുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. അവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. സ്വർഗത്തിൻ്റെ പരിമളത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. സ്വർഗത്തിൽ നിന്ന് അടിച്ചു വീശുന്ന വാസന 400 വർഷത്തെ വഴിദൂരം വരെ അടിച്ചു വീശും. എത്രത്തോളം അകലെ അതിൻ്റെ വാസന അടിച്ചു വീശുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അത്രയും വിശാലമാണ് സ്വർഗം. ഈ സ്വർഗത്തിലേക്ക് മാടി വിളിക്കുന്ന 4 വിഭാഗം ആളുകളുണ്ട്. എല്ലാവരും സ്വർഗത്തിനെ മാടി വിളിക്കുകയാണ്, സ്വർഗം തരണേ എന്ന് പറയാണ്. പക്ഷേ സ്വർഗം മാടി വിളിക്കുന്ന, അല്ലാഹുവേ എനിക്ക് അവരെ തരണമെന്ന് സ്വർഗം ആജ്ഞാപിക്കുന്ന, സ്വർഗം മാടി വിളിക്കുന്ന 4 വിഭാഗം ആളുകൾ ആരാണവർ? ഒന്ന്, മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, വിശുദ്ധ റമളാനിൽ നോമ്പനുഷ്ഠിച്ചവരാണ്. രണ്ടാമത്തെ വിഭാഗം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും അത് അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ്. മൂന്നാമത്തെ വിഭാഗം നാവിനെ സൂക്ഷിച്ച് ആ നാവിനെ ഹൈറായ രീതിയിൽ ഉപയോഗിക്കുന്ന ആളുകളാണ്. നാലാമത്തെ വിഭാഗം വിശന്ന ആളുകൾക്ക് ഭക്ഷണം നൽകുന്നവരാണ്. പറയാൻ എളുപ്പമുണ്ടെങ്കിലും ഈ 4 കാര്യവും ചെയ്യാൻ വളരെ പ്രയാസമാണ്. അല്ലാഹു ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് സ്വർഗം മാടി വിളിക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ റമളാനു ശരീഫിൻ്റെ 29ാമത്തെ രാവിൽ ഒരാൾ തറാവീഹ് നിസ്കരിച്ചാൽ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു, മഹത്തുക്കൾ വിവരിക്കുന്നു, മഖ്ബൂലായ മബ്റൂറുമായ ഒരു ഹജ്ജ് ചെയ്ത കൂലി അല്ലാഹു അവന് നൽകും. എന്താണ് മഖ്ബൂലും മബ്റൂറുമായ ആ ഹജ്ജ് ചെയ്ത ആൾക്ക് കിട്ടുന്ന കൂലി? അവന് സ്വർഗമാണ് ഒന്ന് അല്ലാഹുവിൻ്റെ റസൂല് വാഗ്ദത്തം ചെയ്തിട്ടുള്ളത്. ആ വിഭാഗത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു നമ്മളെ വിഷമങ്ങളൊക്കെ തീർക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.